ഗുഡ് മോർണിംഗ്. ഈയിടയ്ക്കിറങ്ങുന്ന സിനിമകളെല്ലാം 8 വഴിയിൽ പൊട്ടുകയാണ് പതിവ്. എങ്ങനെയോ പണം ചെലവാക്കാനുള്ള ചില കുതന്ത്രങ്ങളാണ് ഈ സിനിമകൾ എടുക്കുന്നത് എന്ന് തോന്നിപ്പോകുന്നു. അക്രമം, അതുപോലെ അക്രമവാസന, പിന്നെ അതുപോലെ ഗുണ്ടായിസം. ഗുണ്ടകളെല്ലാം വീരന്മാരായിട്ടാണ് പ്രചരിക്കപ്പെടുന്നത്. പണ്ടത്തെ വില്ലൻസ് കഥാപാത്രത്തിന് പകരം ഇപ്പോൾ ഹീറോ തന്നെ ഗുണ്ടയാണ്. അപ്പോൾ യുവജനങ്ങൾ ഇരച്ചു കയറുന്നു. അയാളുടെ മാനറിസം പകർത്താൻ ശ്രമിക്കുന്നു. അപ്പോൾ അവരുടെ മനസ്സിലും ഗുണ്ടയായാലേ ധൈര്യവാനാകൂ അല്ലെങ്കിൽ ഹീറോ ആവൂ എന്നൊരു വിചാരം വരാം. ആൽക്കഹോളിസം, ഡ്രഗ് അബ്യൂസ്, അതുപോലെ തന്നെ ആക്രമണം, മർഡർ, ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന സിനിമകളാണ് കൂടുതലും ഇറങ്ങുന്നത്. മാത്രമല്ല, ഈയിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുന്നുണ്ട്. ചില പ്രത്യേക കമ്മ്യൂണിറ്റിയെ ലാക്ക് വെച്ചുകൊണ്ട് ചില സിനിമകൾ ഇറങ്ങുന്നുണ്ട്. ഇതെല്ലാം ചിലരൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നു. യുവജനങ്ങൾ വളരെയധികം ഇതിനെ ആരാധിക്കുന്നു, ഇങ്ങനെയുള്ള സിനിമകളെ. അവർ നായകൻ്റെ ഹെയർ സ്റ്റൈൽ, നായകൻ്റെ മാനറിസം ഒക്കെ അനുകരിക്കാൻ ശ്രമിക്കുന്നു. എവിടെ എത്തും നമ്മുടെ സിനിമാ സംസ്കാരം? വളരെ മാന്യമായി പെരുമാറിക്കൊണ്ടിരുന്ന കുറേ നടന്മാരും നടിമാരും നമുക്കുണ്ടായിരുന്നു. അതുപോലെ പഴയ ക്ലാസിക് നോവൽസ് സിനിമകളാക്കിയിട്ടുണ്ടായിരുന്നു പണ്ട് കാലത്ത്. അതിൽ നിന്നൊക്കെ വെറും സ്റ്റണ്ടിലും അതുപോലെ തന്നെ റൊമാൻസിലും പിന്നെ കുറേ എന്തോ ധീരത്വം കാണിക്കുന്നതിലും ഒതുങ്ങുന്നതാണോ ഈ സിനിമ? നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയുക.